വെൽക്കം ബാക്ക് ടു എജ്യുവാലറ്റ്. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടില്ല, പകരം ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് എക്സാമിന് തലേ ദിവസങ്ങളിലൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പുറമേ നിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ വരും എന്നറിയില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി പോവുക. നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട, പകരം ഒന്ന് കേട്ടിരിക്കുക, ജസ്റ്റ് 2-3 തവണയൊക്കെ ഒന്ന് വായിച്ചു വിടാം. അപ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാനായിട്ട് പറ്റും. മാത്രമല്ല, ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഷുവർ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 2-3 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, പോട്ടെ 1 മണിക്കൂറുള്ളതെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. വീഡിയോസ് കണ്ടാലും മതി, അതിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ എഴുതാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടൈം കളയാതെ ഇനിയെങ്കിലും പഠിച്ച് ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാമർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് കോമൺ ടു സ്റ്റാമർ ആൻഡ് ലെയിംനെസ്? സ്റ്റാമർ എന്ന് പറഞ്ഞാൽ അതൊരു വിക്കലാണ്, അതായത് ലെയിംനെസ് എന്ന് പറഞ്ഞാൽ മുടന്തൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അണേബിൾ ടു വാക്ക്, നടക്കാൻ സാധിക്കാത്ത ഒരാൾ. അപ്പോൾ ഇതിനിടയിൽ എന്താണ് കോമൺ എന്നാണ് കവി പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇതാണ്: ദ പോയിറ്റ് ബ്യൂട്ടിഫുള്ളി ലിങ്ക്സ് സ്റ്റാമർ ആൻഡ് ലെയിം ടു സൈലൻസ് ബൈ സെയിങ് ദാറ്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? സൈലൻസ് ആണ്. ഇതിൽ ഓതർ പറയാണ്, പോയിറ്റ് പറയാണ്, സൈലൻസ് ദാറ്റ് ഫോൾസ്, ഫെയിൽസ് അല്ല, അത് മിസ്റ്റേക്കാണ്, ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. നമ്മൾ പറയുന്ന കാര്യത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനും ഇടയിൽ വരുന്നൊരു ചെറിയൊരു സൈലൻസ് മാത്രമാണ് സ്റ്റാമർ. സിമിലർലി ലെയിംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന കാര്യത്തിനും ഇടയിൽ വരുന്നൊരു സൈലൻസാണ്. നമ്മൾ പറയുന്ന കാര്യം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അണേബിൾ ടു വാക്ക്, നമുക്ക് നടക്കാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടും സൈലൻസ് ആണ്. സോ രണ്ടിനിടയിലുള്ള കോമൺ ആയിട്ടുള്ള തിങ് എന്താണ്? സൈലൻസ്. 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ ഇതേപോലെ പോയംസ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. സ്റ്റാമർ ഈസ് ദ സൈലൻസ്. അതെന്താണ് ഫിഗർ ഓഫ് സ്പീച്ച്? അത് മെറ്റഫർ ആണ്. സ്റ്റാമർ സൈലൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാമർ സൈലൻസിനെ പോലെ എന്നല്ല. നമ്മൾ പറയും നിന്നെ കാണാൻ ഫ്ലവറിനെ പോലെ, പോലെ ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോലെ എന്ന് പറയുമ്പോൾ അത് സിമിലിയാണ്. ഇത് പറയാണ് നീ ഫ്ലവർ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് മെറ്റഫറാണ്. കമ്പയറിങ് ആണ്, പക്ഷെ നീ ആണ്, ഇതന്നെയാണ് എന്ന് പറയുന്നത് മെറ്റഫറാണ്. അപ്പോൾ ഇവിടെ സ്റ്റാമർ ഈസ് ദ സൈലൻസ് എന്ന് പറയുന്നത് അതൊരു മെറ്റഫറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോസ്റ്റോളി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഹ്യൂമറസ് പാർട്ടിനെ കുറിച്ച് എഴുതാനാണ്. ക്വസ്റ്റ്യൻ ഇല്ല, ആൻസർ പറയാം നമുക്ക്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ പാഠം എന്താണ്, എന്തിനെക്കുറിച്ചാണ്, അതിൽ ഹ്യൂമറെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. ഒരു 6 മാർക്കിനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് റിവ്യൂ പഠിച്ചു വയ്ക്കേ. സോ പോസ്റ്റോളി ഫോർ ക്രിസ്മസ് ഇസ് എ 1-act play which depict humorous incidents that take place inside a village post office during Christmas season. എല്ലാവർക്കും അറിയാലോ, ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു തമാശ നിറഞ്ഞ ഫണ്ണി ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഒരു പോസ്റ്റ് ഓഫീസിൽ നടക്കുന്നു, ക്രിസ്മസ് സീസണാണ്. ദ തീം ഓഫ് ദ പ്ലേ ഈസ് സെൻറ്റേർഡ് ഓൺ എ പാർസൽ ബുക്ക്ഡ് ബൈ എ ഫോറിനർ ഇൻ ദ പോസ്റ്റ് ഓഫീസ്. ശരിക്കും ഇത് എന്തിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്നത്? ഒരു ഫോറിനർ വന്നിട്ട് ഒരു സാധനം പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കുന്നു, പാഴ്സൽ അയക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ നടക്കുന്നത്. ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ദ ഫൈൻഡിങ് ഓഫ് ബോംബ് ഇൻ ദ പാർസൽ ബുക്ക്ഡ് ഇൻ സം പോസ്റ്റ് ഓഫീസ് ഇൻ ദ നിയർ ബൈ വില്ലേജസ് prompt the people who assemble there to suspect the presence of such a one in the post office. ഓൾറെഡി ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എല്ലാവരും വായിക്കുന്നുണ്ട്, ബോംബ് എവിടേക്കോ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ വില്ലേജിൽ ബോംബ് എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് എല്ലാവരും വായിച്ചു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ. ആ സമയത്താണ് ഇവർ ഈ പാഴ്സലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അതോടുകൂടി ടിക്ലിംഗ് സൗണ്ടാണ് പറയാം. അതോടുകൂടി ദേ കൺഫേം ദെയർ സസ്പീഷൻ. അവർക്ക് മനസ്സിലായി, അതെ ഈ ഒരു പാഴ്സലാണ് ബോംബുള്ളത്. സോ അതിനുശേഷമാണ് നമുക്ക് ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് നടക്കുന്നത്. പോലീസ്മാനൊക്കെ വരുന്നു. ദ പോലീസ് കൺഫേം ദ പ്രസൻസ് ഓഫ് ബോംബ് ഇൻ ദ പാർസൽ ബുക്ക്ഡ് ബൈ ദ ഫോറിനർ ആൻഡ് ഇമ്മേഴ്സസ് ഇറ്റ് ഇൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ ടു ഡെഫ്യൂസ് ദ ബോംബ്. പോലീസ്മാൻ വന്നിട്ട് ആ പാഴ്സൽ അതേപോലെ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുകയാണ്. ഇമ്മേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കി വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെഫ്യൂസ് ദ ബോംബ്.
ആ ബോംബ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദ ഫോറിനർ ഹു റിട്ടേൺസ് ടു ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദിസ് മൊമെൻറ്റ് ടേക്ക് ബാക്ക് ഹിസ് ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ ഹാറ്റ് മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇത് കണ്ടതോടുകൂടി ഹി ഈസ് അസ്റ്റോണിഷ്ഡ്. അദ്ദേഹം ഞെട്ടിപ്പോയി. വെൻ ക്വസ്റ്റ്യൻ ദ ഫോറിനർ റിവീൽസ് ദാറ്റ് ദ പാർസൽ കണ്ടെയ്ൻ നോ ബോംബ് ബട്ട് എ പ്രഷ്യസ് ടൈം പീസ്. അതൊരു ബോംബല്ല, ടൈം പീസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സമ്മറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ചോദ്യം വന്നാൽ ഇതാണ് സ്റ്റോറി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ സന്ധ്യ whom Shaheen Mistry had met at the age of 18. So many years later, when Shaheen started Agansha Foundation, Sandhya decided to write an email based on this. ഷഹീൻ മിസ്ട്രി 18 ഇയേഴ്സ് ആകുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സന്ധ്യ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഒരു കുട്ടി വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സന്ധ്യയെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. സന്ധ്യ കുറേ നാളുകൾക്ക് ശേഷം ഷഹീൻ മിസ്ട്രിയുടെ അഗാൻഷ എന്ന് പറഞ്ഞ ഫൗണ്ടേഷനെ കുറിച്ച് അറിയുന്നു. ആ സമയത്ത് ഷഹീൻ മിസ്ട്രിക്ക് സന്ധ്യ അയക്കാൻ സാധ്യതയുള്ള ഒരു ഇമെയിൽ. ഇത് ചിലപ്പോൾ നിങ്ങൾ അഗാൻഷ ഫൗണ്ടേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടൊരു ഇമെയിൽ എഴുതാനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതേ കണ്ടന്റ് തന്നെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഫോർമാറ്റ് അറിയാണ്ട് ആരും എക്സാമിന് പോകരുത്. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഞാൻ ഫോർമാറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തൊരു കാണാം. സോ ആദ്യം ടു shahinmistry@gmail.com CCBCC എഴുതണ്ട, സബ്ജക്റ്റ് കൊടുക്കുക. ടു ഗീവ് ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു എസ്റ്റാബ്ലിഷ് അഗാൻഷ ഫൗണ്ടേഷൻ. എന്നിട്ട് ഡിയർ ഷഹീൻ എന്ന് പറഞ്ഞ് തുടങ്ങാണ്. After a long time, I'm sending you an email. I'm very happy to know that you have established Agansha Foundation. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ട്, അതാണ് ഇടയ്ക്ക് ശബ്ദം ലോ ആവണം കേട്ടോ. So, it was a great move from you because only few people in this world help others. വളരെ സന്തോഷം, കാരണം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതേപോലെ യാതൊരുവിധ മണിയോ ഫെയിമോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ് കുട്ടികൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, വളരെ കുറവാണ്. സോ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഐ ഹേർഡ് ദാറ്റ് ഓൾമോസ്റ്റ് 20 സ്കൂൾ ഡിഡ് നോട്ട് ഗിവ് എ ക്ലാസ് ടു സ്റ്റാർട്ട് ദ ഫങ്ഷനിങ് ഓഫ് അഗാൻഷ ഫൗണ്ടേഷൻ. 20ഓളം സ്കൂളുകൾ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ തുടങ്ങാൻ സ്കൂളുകളൊന്നും തന്നില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് പ്രിൻസിപ്പൽ ഓഫ് ഹോളി നെയിം ഹൈസ്കൂൾ, കൊളാബിയിലുള്ള സ്കൂള്, ഗേവ് യു എ ക്ലാസ് വിച്ച് ഷോവേർഡ് ഹെർ ബ്രോഡ് മൈൻഡ്സ്. അതാണ് അവരുടെ എന്താ പറയുക, വിശാല മനസ്കത എന്നൊക്കെ നമ്മൾ പറയും. സോ ഐ എം ഷുവർ ദാറ്റ് അഗാൻഷ ഫൗണ്ടേഷൻ ആൻഡ് യു വിൽ പോർ നോളജ് ടു മെനി കിഡ്സ്. അഗാൻഷ ഫൗണ്ടേഷനും നീയും ഒരുപാട് കുട്ടികൾക്ക് നോളജ് ഇനിയും നീ പകർന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മൈ ഹേർട്ടി കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. യു ആർ ലവിംഗ്ലി സന്ധ്യയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക താഴെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളാണെങ്കിലും നിങ്ങൾ ഇതുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സം ഡ്രഗ് അഡിക്റ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ആർ കോസിങ് ട്രബിൾ ടു ദ പബ്ലിക്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് എ കംപ്ലൈൻറ്റ് ലെറ്റർ. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് ലെറ്റർ എഴുതാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ഫ്രം അഡ്രസ്സ് കൊടുക്കുക, മായ ഡേറ്റ് കൊടുക്കുക, ടു ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക, ടു പോലീസ് ഇൻസ്പെക്ടർ ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, റിഗാർഡിങ് കൺസേൺ അബൌട്ട് ഡ്രഗ് മാഫിയ ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പോൾ എപ്പോഴും സബ്ജക്റ്റ് എഴുതിക്കോളൂ. സാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ എഴുതാം. ഐ ഹിയർബൈ റൈറ്റ് ദിസ് ലെറ്റർ ടു ഇൻഫോം ദാറ്റ് ത്രെറ്റ് ഓഫ് ഡ്രഗ് മാഫിയ ഈസ് ഇൻക്രീസിങ് ഇൻ അവർ ലൊക്കാലിറ്റി. ഡ്രഗ് മാഫിയയുടെ ഭീഷണി, ത്രെറ്റ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ടെറിഫൈങ് ദ പീപ്പിൾ ഇൻ അവർ ലൊക്കാലിറ്റി. ഞങ്ങളെ സ്ഥലത്തെ ആൾക്കാർക്ക് അത് ഒരുപാട് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഓൾദോ ഐ ഹാവ് സിമ്പതി ടുവേർഡ്സ് പീപ്പിൾ. ഇവരോട് എനിക്ക് സിമ്പതി ഉണ്ട്, പക്ഷേ ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ത്രെറ്റ്. ഇവർ കാരണം ഒരുപാട് ഭീഷണി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. വിച്ച് ഈസ് ഡിസ്റ്റർബിങ് ഇൻ അവർ ഡെയിലി ലൈഫ് ഓർ ഡിസ്റപ്ഷൻ. ഞങ്ങളുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നുണ്ട്. പാരൻസ് ആർ ഫേസിങ് ലെജിറ്റിമേറ്റ് കൺസേൺ ദാറ്റ് ചിൽഡ്രൻ മൈറ്റ് എൻഡ് അപ്പ് വിത്ത് എ ബാഡ് കമ്പനി. എല്ലാ പാരൻസിനും ഒരുപാട് കൺസേൺ ആണ്, ഒരുപാട് ബോധവാന്മാരാണ് ഞങ്ങളെ കുട്ടികളും ഇതേപോലെ ആകുമെന്നുള്ളത്. സോ ഐ urge you to look into this matter as a threat caused by them as affecting our life. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ വിൽ ലുക്ക് ഫോർവേഡ് ഫോർ യുവർ സപ്പോർട്ട് ഇൻ ദിസ് മാറ്റർ. അങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നന്നായിട്ട് വായിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Just like a traffic jam slows down the traffic, corruption slows down a country's development.
പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് കറപ്ഷൻ വേസ് ടു എൻകൗണ്ടർ. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് കറപ്ഷനാണ്, അഴിമതി, കൈക്കൂലി. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളോട് ഒരു സ്പീച്ച് ചോദിക്കാം. അപ്പം എങ്ങനെ എഴുതുക? ഞാനിവിടെ നിങ്ങൾക്ക് കണ്ടൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു സ്പീച്ച് എഴുതുമ്പോഴുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ത് ചെയ്യുക? ഗുഡ് മോർണിംഗ് ടു ഓൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, teachers and my dear friends, I am happy to stand before you to speak about the topic corruption എന്ന് പറയാം. സോ പിന്നെന്ത് പറയാം? ഐ താങ്ക് ദ ഓർഗനൈസർ ഫോർ ഗിവിങ് മീ എൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ബിഫോർ യു. എന്നിട്ട് നമ്മൾ ഈ കണ്ടൻറ്റ് എഴുതുക. ഈ കണ്ടൻറ്റ് എഴുതിയിട്ട് ലാസ്റ്റ് എന്ത് കൊടുക്കുക? ഐ തിങ്ക് മൈ പോയിൻറ്റ്സ് ആർ ക്ലിയർ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ലെറ്റ്സ് വർക്ക് ടുഗെദർ. ലെറ്റ്സ് മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സെയിങ് ദിസ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്. വിഷിംഗ് യു ഓൾ ഗ്രേറ്റ് ഡേ. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതൊരു ഫോർമാറ്റ് മാത്രമാണ്. ഇത് നമുക്കിനി കണ്ടൻറ്റ് നോക്കാം. അപ്പം അങ്ങനെയാണ് ഫസ്റ്റും ലാസ്റ്റും കൊടുക്കേണ്ടത്. നടുവിൽ എന്താ കൊടുക്കുക? കറപ്ഷനെ കുറിച്ചിട്ട്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ വേസ് ടു എൻകൗണ്ടർ ഇറ്റ് ടുഡേ. We see corruption everywhere. നമുക്ക് എല്ലാ സ്ഥലത്തും കറപ്ഷൻ കാണാൻ പറ്റും. In the newspapers, on radio, on TV, we always read, hear and watch the stories of corruption and nepotism. Recently, Kerala, we had so many cases of corruption. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. ഒരുപാട് കേസുകളുണ്ട്. സോളാർ കേസ് ഉണ്ട്, ഗിഫ്റ്റിംഗ് ഓഫ് ലാൻഡ്സ് ഉണ്ട്, ബാർ ഇഷ്യൂ ഉണ്ട്, അങ്ങനെ കുറേ ഇഷ്യൂസുകൾ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ കറപ്ഷൻ ഈസ് ലൈക്ക് എ ക്യാൻസർ that is eating in our society. നമ്മുടെ സൊസൈറ്റിയിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കറപ്ഷൻ. സോ ഇഫ് ഇന്ത്യ ഈസ് ടു പ്രോഗ്രസ്, ഇറ്റ്സ് സിറ്റിസൺ മസ്റ്റ് ബി ഹോണസ്റ്റ് ആൻഡ് ദിസ് ഇസ് എസ്പെഷ്യലി സോ അബൌട്ട് പീപ്പിൾ ഇൻ പബ്ലിക് ലൈഫ്. ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മസ്റ്റായിട്ടും ഹോണസ്റ്റ് ആവണം. എങ്കിൽ മാത്രമേ വി കുഡ് പ്രോഗ്രസ്, നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് വേ ടു ഗീവ് ഡീസൻറ്റ് സാലറി ടു പീപ്പിൾ ഇൻ അതോറിറ്റി. എല്ലാവർക്കും ഡീസൻ്റ് ആയിട്ടുള്ള സാലറീസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദ സെയിം ഈസ് ദ കേസ് വിത്ത് ദ ഡോക്ടേഴ്സ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആൻഡ് വർക്കേഴ്സ് ഇൻ ഗവൺമെൻറ് ഓഫീസ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ, ഗവൺമെൻറ് ഓഫീസിലാവട്ടെ, അവിടെയൊക്കെ ഇതേപോലെ ഫോളോ ചെയ്യാം. സോ ഡോണ്ട് ഗീവ് ബ്രൈബ്സ്. ഒരിക്കലും ബ്രൈബ് കൊടുക്കരുത്, വാങ്ങരുത്. ഇൻസിസ്റ്റ് ഓൺ ഗെറ്റിംഗ് യുവർ വർക്ക് ഡൺ വിത്തൗട്ട് എനി ബ്രൈബ്. നിങ്ങൾ തീരുമാനിക്കുക, യു നെവർ ആക്സെപ്റ്റ് ബ്രൈബ്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങില്ല, നിങ്ങൾ ഉറപ്പിക്കുക. എ തേർഡ് വേ ഇസ് മോറൽ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുക. ഗിവ് ദ പീപ്പിൾ മോറൽ എഡ്യൂക്കേഷൻ. സ്പ്രെഡ് ദ മെസ്സേജ് ദാറ്റ് ഗിവിങ് ടേക്കിംഗ് ബ്രൈബ് ഇസ് ഇമ്മോറൽ. നമ്മൾ മെസ്സേജസ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുക. ഗിവിങ് ആൻഡ് ടേക്കിംഗ് ബ്രൈബ്, കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അവയർനെസ് ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കറപ്ഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഇത്. ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ തിങ്ക് മൈ പോയിൻറ്റ്സ് ആർ ക്ലിയർ. ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ്. ലെറ്റ്സ് വർക്ക് ടുഗെദർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പീച്ച് നമ്മൾ കണ്ടു. ഇമ്പോർട്ടൻറ്റ് ലെറ്റർ ടു ദ പോലീസ് സ്റ്റേഷൻ, കംപ്ലയിൻറ്റ് ലെറ്റർ നമ്മൾ കണ്ടു. ഇമെയിൽ നമ്മൾ കണ്ടു. പിന്നെ നമ്മളൊരു സമ്മറി ക്വസ്റ്റ്യനാണ്, നമ്മൾ പോസ്റ്റ് ഓൺലി ഫോർ ക്രിസ്മസിൻ്റെ ഒരു സമ്മറി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വിടുക ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.